രാധാമാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു വിഷയം, എന്താണ് കർമ്മ? നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒന്നാണ് കർമ്മ, അല്ലേ? കർമ്മ എന്നാൽ എന്താണ്? പിന്നെ നമ്മുടെ കർമ്മയുടെ ഫലം, അല്ലെ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ തീരൂ, അനുഭവിച്ചു കൊണ്ടേ പോകുള്ളൂ. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ. നമ്മൾ എന്താണ് എന്ന് നമുക്കറിയോ? കർമ്മ എന്നാൽ അത് നമുക്കൊന്ന് നോക്കാം. കർമ്മ എന്നാൽ സംസ്കൃതത്തിൽ പ്രവൃത്തി അല്ലെങ്കിൽ ചെയ്തി എന്നാണ് അർത്ഥം പറയുന്നത്. നാം മനസ്സുകൊണ്ട് ആലോചിക്കുന്നവ അല്ലെങ്കിൽ വാക്കുകൊണ്ട് പറയുന്നവ, ശരീരത്താൽ ചെയ്യുന്നവ എന്നിവയെല്ലാം കർമ്മത്തിൽ ഉൾപ്പെടുന്നു. നമ്മളുടെ പ്രവർത്തനങ്ങൾക്കും ചിന്തകൾക്കും അനുസൃതമായി ഭാവിയോ നിലവിലെ ജീവിതമോ രൂപപ്പെടുന്ന കാരണഫലം അല്ലെങ്കിൽ കോസ് ആൻഡ് ഇഫക്റ്റ് നിയമമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മം നല്ലതാണെങ്കിൽ നമുക്ക് നല്ല അനുഭവവും, അത് മോശമാണെങ്കിൽ ദുരനുഭവങ്ങളുമായിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ കർമ്മയെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന തത്വമാണ്. നിങ്ങൾ എന്താണ് വിതയ്ക്കുന്നത് അത് കൊയ്യും എന്നാണ്. നല്ല പ്രവൃത്തികൾ സന്തോഷത്തിനും ചീത്ത പ്രവൃത്തികൾ ദുരിതത്തിനും കാരണമാകുന്നു എന്നുകൂടി നമുക്കിവിടെ പറയേണ്ടിയിരിക്കുന്നു. കർമ്മത്തിൻ്റെ തരംതിരിവ് എന്തൊക്കെയാണ്? സഞ്ചിത കർമ്മം, പ്രാരബ്ധ കർമ്മം, ആഗാമി കർമ്മം എന്നാണ്. എന്താണ് സഞ്ചിത കർമ്മം? മുൻ ജന്മങ്ങളിൽ ശേഖരിച്ചു വെച്ച മൊത്തം കർമ്മഫലങ്ങളെ സഞ്ചിത കർമ്മം എന്നാണ് പറയുന്നത്. എന്നാൽ പ്രാരബ്ധ കർമ്മം എന്നാൽ ഈ ജന്മത്തിൽ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട സഞ്ചിത കർമ്മത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത്. ആഗാമി കർമ്മം എന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്തെ പ്രവൃത്തികളിലൂടെ ഭാവിയിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന കർമ്മത്തിനെ ആഗാമി കർമ്മം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് കർമ്മത്തിൻ്റെ ഉദ്ദേശം, അല്ലെ അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഒരു പ്രവൃത്തിയുടെ ഫലം തീരുമാനിക്കുന്നത് അത് ചെയ്യുമ്പോഴുള്ള നിങ്ങളുടെ ഉദ്ദേശമാണ്. മതപരമായ കാഴ്ചപ്പാടുകളിൽ നോക്കിയാൽ ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം എന്നിവയിൽ കർമ്മം പുനർജന്മവും ജീവിത സാഹചര്യങ്ങളും നിർണ്ണയിക്കുന്ന ഘടകമാണ് എന്നുകൂടി നമ്മൾക്കത് മനസ്സിലാകണം. കർമ്മ എന്നത് ഒരു ശിക്ഷയല്ല, മറിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളുടെ സ്വാഭാവിക അനന്തരഫലമാണ്. അതാണ് നമ്മൾ കർമ്മ സൈക്കിൾ എൻഡ് ആകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് ക്ലിയറായിട്ട് വരും. അതുവരെ നാം അനുഭവിച്ചേ പറ്റൂ. നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങളാണിതൊക്കെ. ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ട് എന്ന എൻ്റെ ആദ്യത്തെ ചാനലിൽ ഞാൻ ടാരോട്ട് റീഡിങ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്പറുകൾ കൊടുക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാകും. ഒന്ന് പോയി കാണാനും കേൾക്കാനും എല്ലാവരും ഒന്ന് ശ്രമിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമുക്ക് ഇതിവിടെ നിർത്താം. കാരണം കൂടുതൽ ഒരു ലോങ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ കർമ്മ എന്നാൽ എന്താണ് എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കുക എന്നാണ്. ജീവിതത്തിലെ പല വിഷമഘട്ടങ്ങളിലാണ് നമ്മൾ കർമ്മയെക്കുറിച്ച് അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ കർമ്മ എന്ത് എന്ന് നമ്മൾ തിരയുന്നത്. ആ കർമ്മ തിരയുമ്പോഴാണ്, അല്ലെങ്കിൽ എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ അതിന് മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് ഒന്ന് ശ്രമിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് മുൻപോട്ട് പോകാം എന്നാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ചെറിയ ഒരു കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത്. കർമ്മ എന്നാൽ എന്താണ്, അതിനെക്കുറിച്ച് ചെറിയ ഒരു കാര്യങ്ങളാണ് പറയുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് ഇതുപോലെ ചെറിയ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. എല്ലാവരും നിങ്ങളുടെ കമൻസ് ഇടണം. അതുപോലെ തന്നെ പിന്നെ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനൽ. നമ്മൾ ചെറിയ രീതിയിലാണ് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോകാം എല്ലാവർക്കും. നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ കമൻസിലൂടെ എനിക്കും ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എനിക്കറിയാവുന്നത് നിങ്ങൾക്കും ഞാൻ പറഞ്ഞു തരാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.